റാപ്പർ വേടനെതിരെ പരാമർശം നടത്തി എന്ന കേസിൽ കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ.ആർ. മധുവിന് ജാമ്യം. കൊല്ലം കിഴക്കേ കല്ലട സ്റ്റേഷനിലായിരുന്നു CPM നേതാക്കൾ പരാതി നൽകിയത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നും വേടനെന്ന കലാകാരനെയല്ല, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്നും ഡോക്ടർ എൻ.ആർ. മധു വ്യക്തമാക്കി. കൊല്ലം കിഴക്കേ കല്ലടയിൽ പ്രസംഗത്തിനിടെ റാപ്പർ വേടനെ പരാമർശിച്ചതിൽ CPM ലോക്കൽ സെക്രട്ടറിയും DYFI ജില്ലാ കമ്മിറ്റിയുമാണ് ഡോക്ടർ എൻ.ആർ. മധുവിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കിഴക്കേ കല്ലട പോലീസ് കേസെടുത്തു. സ്റ്റേഷനിലെത്തിയ ഡോക്ടർ എൻ.ആർ. മധുവിന് ജാമ്യം അനുവദിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ കാലഘട്ടത്തിൽ അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അനുകൂലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോര കുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കലാപരമായി കഴിവുകളുള്ള ഒട്ടേറെ പ്രതിഭകളുണ്ട്. നാടിൻ്റെ ഐക്യത്തിനായി പ്രവർത്തിക്കുന്നവരെ താൻ പിന്തുണയ്ക്കുമെന്നും കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, കൊല്ലം.